സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾ കൊണ്ടും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ടും നിറയുകയും നിന്റെ ചക്കുകൾ വീഞ്ഞു നിറയുക വരികയും ചെയ്യും. ഇതൊരു വലിയ അനുഗ്രഹമാണ്. സ്നേഹമുള്ള വചനം പറയുകയാണ്, നിൻ്റെ സമ്പത്ത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വരുമാനമെന്ന് നീ കരുതുന്ന എല്ലാ വിഷയങ്ങൾ കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ വരുമാനങ്ങളും ഈ ആരോഗ്യവും ഈ ജീവിതത്തിന് മുൻപോട്ട് പോകേണ്ട ബലമെന്ന് കരുതുന്ന സുരക്ഷിതത്വങ്ങളെല്ലാം നിനക്ക് തന്നത് കർത്താവാണല്ലോ. കർത്താവിന് വേണ്ടി, നിനക്ക് വേണ്ടി ആണ് ഇവയെല്ലാം നീ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെച്ച് ഉപയോഗിച്ച് നോക്കുകയെ പിന്നെന്താ സംഭവിക്കുന്നത് അറിയാമോ? നിൻ്റെ ധാന്യപ്പുരകളിൽ സമൃദ്ധി കൊണ്ട് നിറയും. ഇതാണ് പ്രധാനപ്പെട്ടത്. സ്നേഹമുള്ളവരെ, നിൻ്റെ കലവറ അവിടെ ഒരു സമൃദ്ധി ഉണ്ടാകും, അവിടെ ഒരു നിറവനുഭവം ഉണ്ടാകും. ഇവിടെ നിന്ന് എടുത്ത് നീ ഉപയോഗിക്കും തോറും ഇവിടെ ഒരു നിറവനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം എന്നേക്കുമായി മാറിപ്പോകും. നിൻ്റെ ചക്കുകൾ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. വീര്യമുള്ള ജീവിതാനുഭവങ്ങൾ. സ്നേഹമുള്ളവരെ, ജീവിതത്തെ ചടുലമാക്കുന്ന, ജീവിതത്തെ അല്പം കൂടി ബോൾഡാക്കുന്ന നന്മ അനുഭവങ്ങളൊക്കെ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹമുള്ളവരെ, ഇതൊരു ജീവിതത്തിൻ്റെ ബലമായി കാണണം. ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ അത് സ്വർഗം തന്നതാണെന്നുള്ള സ്മരണ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുന്നത് നല്ലതാണ്. ഈ ബലങ്ങളൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ച് തുടങ്ങിക്കൊള്ളുക. നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ നിറവ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.